ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് തിരുനാളുകളുടെ സീസണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ആഴ്ച വന്നൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാമെന്ന് ഓർത്തു. ഞാൻ വീടിനടുത്തുള്ളൊരു ചെറിയ ലാറ്റിൻ പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച തിരുനാളിന് പോയപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് തിരുനാൾ പ്രദക്ഷിണത്തിനും കൂടി പങ്കെടുക്കാമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു അത് നമ്മുടെ ഇടവകയൊന്നുമല്ലല്ലോ, പ്രദക്ഷിണത്തിന് പങ്കെടുക്കേണ്ടാണ്. പക്ഷേ അവിടെ പോയി പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് ഈ ചിന്ത. അതായത് അതൊരു ചെറിയ ഇടവക ആയതുകൊണ്ട് പ്രദക്ഷിണത്തിന് അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ശരിക്കും ക്ലിയറായിട്ട് കാണാൻ പറ്റി പ്രദക്ഷിണത്തിൻ്റെ ഫ്രണ്ടിൽ സ്വർണ്ണ കുരിശാണ്. അപ്പോൾ നമ്മൾ ആ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളാണ്, കുരിശിൻ്റെ അനുയായികളാണ് എന്ന് പറയാതെ തന്നെ നമ്മൾ കണ്ടു നിൽക്കുന്നവരോട് സാക്ഷ്യമായി തീരുകയാണ്. പലപ്പോഴും നമ്മൾ തിരുനാൾ ആഘോഷങ്ങൾക്കിടയിൽ ഒഴിവാക്കുന്ന ഒരു പ്രധാന കാര്യമാണ് തിരുനാൾ പ്രദക്ഷിണം. അപ്പോൾ ഇനി മുതലെങ്കിലും കുറച്ച് സമയമേ നമുക്ക് സാധിക്കുന്നുള്ളൂ എങ്കിലും തിരുനാൾ പ്രദക്ഷിണത്തിൽ നമുക്ക് പങ്കെടുക്കാം. യേശുവിൻ്റെ അനുയായികളാണെന്ന് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അല്പം പ്രൗഢിയോടെ തന്നെ ഏറ്റുപറയാം. ഇപ്പോൾ നമ്മൾ മറ്റ് ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രദക്ഷിണത്തിന് പങ്കെടുക്കാറൊന്നുമില്ല. നമ്മുടെ മനസ്സിലൊരു ചിന്ത നമ്മൾ വിരുന്നുകാരല്ലേ, ഈ ഇടവക്കാരൊന്നുമല്ല എന്നാണ്. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ അവിടെ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആ സമയം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കാം. നമ്മളെ അറിയാത്ത ആളുകളാണ് ചുറ്റുമെങ്കിലും നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യമായി തീരുകയാണ് ഓരോ തിരുനാൾ പ്രദക്ഷിണത്തിലൂടെയും. അപ്പോൾ പരമാവധി എല്ലാ തിരുനാളുകൾക്കും തിരുനാൾ പ്രദക്ഷിണം ഒഴിവാക്കാതെ നമുക്ക് യേശുവിൻ്റെ സാക്ഷ്യമായി തീരാനായിട്ട് ശ്രമിക്കാം. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.